Hello, good evening. Audible അല്ലേ? Hello, hello, hello. Good evening. Audible അല്ലേ? ഗുഡ് ഈവനിങ്. Okay. ഒടുവിലോ? നിങ്ങളുടെ പ്രൊജക്റ്റ് എന്തായി? എറർ തന്നെയാണ് മാക്സിമം കാണുന്നത്. നമ്മളാ പിന്നെ ക്ലാസ് പ്രകാരം തന്നെ മാനുവലി തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ. നിങ്ങളിപ്പോൾ കറൻ്റ്ലി ചെയ്യുന്ന ഇപ്പം എൻ്റെ പ്രൊജക്റ്റ് നോക്കിയിട്ട് ചെയ്യുന്ന വേറൊരു പ്രൊജക്റ്റ് ഉണ്ടാവുമല്ലോ, അത് മസ്റ്റായിട്ടും വേഗം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അല്ല ഗ്രൂപ്പ് പ്രൊജക്റ്റ് സാറ് ഒക്കെ അല്ല സാറായിരിക്കും അസൈൻ പ്രതി- ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സാറ് ഗ്രൂപ്പ് പ്രൊജക്റ്റ് വേറെ അസൈൻ ചെയ്ത് തരും. സോ ഓക്കെ ഓക്കെ വേഗം ഓക്കെ കറൻ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് വേഗം ഫിനിഷ് ചെയ്യാൻ നോക്കുക കേട്ടോ. അതിൽ ഡിലേ വരുത്തരുത്. ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു, അപ്പം അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ. നമുക്കിനി ഇതിൽ പ്രൊഫൈലായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? പ്രൊഫൈൽ ഡോട്ട് എച്ച് ടി എമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ, എൻ്റെ ടെർമിനലിൽ ഒന്ന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്യേണ്ടി എടുത്തത്. കോപ്പി ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ ലോഗിൻ പേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഓർഡേഴ്സ് ഒന്നുമില്ല. സോ നോ ഓർഡേഴ്സ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓർഡേഴ്സ് ഡീറ്റെയിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള ക്വറീസ് നമ്മുടെ കാർട്ട് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ഡീറ്റെയിൽസും വേണമെങ്കിൽ ടബുലർ ഫോമാറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ഡീറ്റെയിൽസ് കൊടുക്കാം. അല്ലെങ്കിൽ ഫൈനൽ എമൗണ്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ലോഗ് ഔട്ടിൻ്റെ ഈ ഒരു ഐക്കൺ സ്റ്റൈൽ ചെയ്തിരുന്നു. ആങ്കർ ടാഗ് ആയിരുന്നു ലോഗ് ഔട്ട് കൊടുത്തിരുന്നു, അത് വർക്കിംഗ് ആണ്. അല്ലാതെ ലോഗ് ഔട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഫൈൻ, നോക്കാം. ലോഗ് ഔട്ടിൻ്റെ കുറി ആഡ് ചെയ്തിട്ടുണ്ടോയെന്ന്. അക്കൗണ്ട്സിൻ്റെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ എന്ത് ചെയ്യുക, പുതിയൊരു ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യുക. ഡെഫ് ലോഗ് ഔട്ട് കൊടുക്കുന്നുണ്ട്, ബ്രാക്കറ്റിൽ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ ഫങ്ഷൻസ് ആഡ് ചെയ്യണം. കൊടുക്കുക. ലോഗ് ഔട്ടിൻ്റെ വ്യൂ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ബൈ ഡിഫോൾട്ട് ലോഗ് ഔട്ട് ഫംഗ്ഷൻ ഉണ്ട്. സോ അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ലോഗ് ഔട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടതെന്നുള്ളതും കൂടി കൊടുക്കുക.
then return, റീഡയറക്റ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ എങ്ങോട്ടാണ് റീഡയറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി കൊടുക്കുക. സോ നമുക്ക് ഓൾ പ്രോഡ് കാറ്റയ്ക്ക് കൊടുക്കാം. സോ ഷോപ്പ് കോളൻ ഓൾ പ്രോഡ് കാറ്റ് കൊടുക്കുന്നുണ്ട്. റീഡയറക്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓൾ പ്രോഡ് കാറ്റയ്ക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ലോഗിനിലേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, ഏതായാലും ഓക്കെയാണ്. ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഷോപ്പ് കൊടുത്തിട്ടില്ല. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ദെൻ URL ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ URL സർട്ടിഫൈക്ക് ലോഗൗട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ലോഗൗട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ? പ്രൊഫൈലിൽ ലോഗൗട്ടിന് വ്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈലല്ല അല്ലേ, ബേസോടെ HTML ആണെന്ന് തോന്നുന്നു നമ്മളത് കൊടുത്തത്. ബേസോടെ HTMLലേക്ക് പോവുക. ലോഗൗട്ടിന് ഇത് വ്യൂ കൊടുത്തിട്ടുണ്ടോ നോക്കാം. അക്കൗണ്ട്സിൽ ലോഗൗട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബൈ ഡിഫോൾട്ട് വേണമെങ്കിൽ ഇതേപോലെയുള്ള ക്വറി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് അത് കമൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആ URL എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നോക്കാം. സോ നമ്മൾ ബൈ ഡിഫോൾട്ട് ഉള്ള കാരണം കോൺട്രാക്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലോഗൗട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പേജ് ഇവിടെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. സോ അത് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒന്നില്ലെങ്കിൽ ടെംപ്ലേറ്റ് നെയിം കൊടുക്കുക, അല്ലെങ്കിൽ കറൻ്റ്ലി ലോഡ് ചെയ്യേണ്ടതാണെങ്കിൽ ടെംപ്ലേറ്റ് നെയിം കൊടുക്കുക. ഇനി നെക്സ്റ്റ് പേജ് ലോഗൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് റീഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കാം. നെക്സ്റ്റ് പേജ് ഈക്വൽസ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമുക്ക് തൽക്കാലം ലോഗിൻ കൊടുത്തേക്കാം. എന്നിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം. ലോഗൗട്ട് കൊടുക്കുക. ഓക്കെ, ലോഗൗട്ട് നിന്ന് റീഡയറക്റ്റ് ചെയ്ത് പോയിട്ടില്ല. ഓക്കെ, ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ടായില്ല. ഓക്കെ, ഷോപ്പ് കോളൻ ഓൾ പ്രോഡ് കാറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് വ്യൂ കൊടുക്കാം. റീഡയറക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എനിക്ക് വ്യൂവിൽ കൊടുത്തതിൽ ഇഷ്യൂന്ന് തോന്നുന്നു. വ്യൂ നെയിം മാത്രം ഒന്ന് കൊടുത്ത് നോക്കാം. ലോഗൗട്ട് റീഡയറക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഓക്കെ. സോ നെക്സ്റ്റ് പേജ് കൊടുക്കുന്നതിനേക്കാളും നെയിം ലോഗൗട്ട് തന്നെയാണ് കൊടുക്കുന്നത്.
ലോഗൗട്ടിന് ശേഷം ആ റീഡയറക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. നമ്മൾ കൊടുത്തത് കറക്റ്റ് ആണ്, ഷോപ്പ് കോളൻ നമുക്കത് കൊടുക്കാൻ പറ്റും. യു ആറിൽ കൊടുക്കുമ്പോൾ ലോഗ് ഔട്ട് തന്നെയല്ലേ കൊടുത്തതെന്ന് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. URLസിലേക്ക് പോവാം. അക്കൗണ്ട്സിൽ നിന്ന് URL ലോഗ് ഔട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അത് കറക്റ്റാണ്. നമുക്ക് അത് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും എറർ വന്ന് കിടപ്പുണ്ടോയെന്ന്. ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, ബാക്ക് ടു ബ്രൗസർ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സ്റ്റിൽ നമ്മുടെ ലോഗ് ഔട്ട് URL അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. സോ അത് കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ലോഗ് ഔട്ടിന് ശേഷം റീഡയറക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പോ ആണ് ഇത് ലോഗ് ഔട്ട് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ആപ്പ് നെയിം കൊടുക്കുന്നത് ഓൾപോഡ്കാസ്റ്റ് തന്നെയാണ്, അതും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ കൊടുത്തതെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്യാപിറ്റൽ കറക്റ്റ് ആണ്. ആപ്പ് നെയിമും നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ഒരു ആപ്പ് നെയിമും നമ്മൾ അവിടെ ആഡ് ഓൺ ചെയ്യണം. ദെൻ മെത്തേഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റിനെ വേണമെങ്കിൽ ലോഡ് ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ് പേജ് നൺ കൊടുത്തിട്ട് ടെംപ്ലേറ്റ് ഈ ഒരു ഓപ്ഷൻ വർക്ക് ആവാത്ത സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഭാഗത്തുനിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പേജ് എന്താക്കി കൊടുക്കുക, നന്നാക്കി കൊടുക്കുക. നെക്സ്റ്റ് പേജ് നൺ കൊടുക്കുന്നുണ്ട്, കോമ ടെംപ്ലേറ്റ് നെയിമാണ് കൊടുക്കുന്നത്. ടെംപ്ലേറ്റ് നെയിം കൊടുത്ത് നോക്കാം. അക്കൗണ്ട്സിൻ്റെ തന്നെ ലോഗിൻ പേജ് അല്ലെങ്കിൽ വേറെ HTML ഫയലിൻ്റെ നെയിം കൊടുത്ത് നോക്കാം. കാറ്റഗറി HTML കൊടുത്തിട്ടുണ്ട്. ദെൻ നെയിം ലോഗ് ഔട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ലോഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. റിഫ്രഷ് ചെയ്യാം. ലോഗ് ഔട്ട് HTML അവിടെ എത്തുമ്പോൾ എൻഡ് ആവുകയാണ്. ഇവിടെ നമ്മൾ കോമ ഇട്ടിട്ടുണ്ട്, കറക്റ്റാണ്. ലോഗ് ഔട്ട് വ്യൂ കൊടുത്തിട്ടുണ്ട്. ലോഗ് ഔട്ട് വ്യൂവിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റാണ്. ആസ് വ്യൂ കൊടുത്തിട്ടുണ്ട്, അതും കറക്റ്റാണ്. നെക്സ്റ്റ് പേജിനെ ഡിസേബിൾ ചെയ്ത് നമ്മൾ കസ്റ്റമർ HTML ഫയലാണ് കൊടുത്തിരിക്കുന്നത്. നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്രാക്കറ്റ് കോമ കൊടുത്തിട്ടുണ്ട്, കറക്റ്റാണ്. ബ്രാക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നുണ്ട്, അതും കറക്റ്റാണ്. സ്റ്റിൽ നമുക്ക് ആ ഒരു പേജ് വരുന്നില്ല. സോ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വ്യൂ അത് എനേബിൾ ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ URLസിൽ ഒരു പാത്ത് ആഡ് ചെയ്യുക. എന്ത് കൊടുക്കുക, ലോഗ് ഔട്ട് കൊടുക്കുക സ്ലാഷ് കോമ വ്യൂസ് ഡോട്ട് ലോഗ് ഔട്ട് കൊടുക്കുക കോമ നെയിമും കൂടി കൊടുക്കാം.
നോർമൽ രീതി വേണമെങ്കിൽ നമുക്കവിടെ ഫോളോ ചെയ്യാവുന്നതാണ്, അതിന് ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ലോഗ് ഔട്ട് തന്നെയല്ലേ വ്യൂവിൻ്റെ? അതെ, ബിക്കോസ് ഇത് എനേബിൾ ആവുന്നുണ്ട്. സോ ലോഗ് ഔട്ട് തന്നെയാണ്. ഓക്കെ, റിക്കേഴ്സീവ് എററാണ് അക്കൗണ്ട്സിൽ. ഓക്കെ, മാക്സിമം റിക്കേഴ്സിൻ്റെ ഫിക്സ് ചെയ്തിട്ട് ഓക്കെ ഫൈൻ. അക്കൗണ്ട്സിൽ വ്യൂസ് ഡോട്ട് പി വൈയിൽ ലൈൻ നമ്പർ 23 എറർ കാണിക്കുന്നത്. സോ ലൈൻ നമ്പർ 23 പോവാം. ഓക്കെ, ലോഗ് ഔട്ട് ഈ സെയിം ഫംഗ്ഷൻ. ഓക്കെ, സെയിം ഫംഗ്ഷനെ തന്നെ നമ്മൾ അവിടെ കോൾ ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അവിടെ റെഡിയാക്കാം. ഓക്കെ, റിക്കേർഷനായിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ലോഗ് ഔട്ട് വ്യൂ ആക്കാം. ഓക്കെ, ദെൻ ബ്രൗസറിൽ പോവുക, ബാക്ക് അടിക്കുക, റിഫ്രഷ് അടിക്കുക, ലോഗ് ഔട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെയിം ലോഗ് ഔട്ട് ഈസ് നോട്ട് ഡിഫൈൻഡ്. ലോഗ് ഔട്ട് ഡിഫൈൻഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. ഏതിലാണ് എറർ വരുന്നത്? ലൈൻ നമ്പർ 23. ഓക്കെ, ലൈൻ നമ്പർ 23 പോയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, ലോഗ് ഔട്ടിൻ്റെ എറർ കാണിക്കുന്നുണ്ട്. സോ ലോഗ് ഔട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. സോ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഏറ്റവും ടോപ്പിക്ക് പോവാം. ഫ്രം Django dot contrib dot author both logout കൊടുക്കാം. ഓക്കെ, ദെൻ ബാക്ക് ടു ബ്രൗസർ. നമ്മൾ റിവേഴ്സ് ബാക്ക് അടിക്കുന്നുണ്ട്, റിഫ്രഷ് അടിക്കുക, ലോഗൗട്ട് കൊടുത്ത് വെക്കുക. ഓക്കെ, ലോഗൗട്ട് വർക്ക് ആയിട്ടുണ്ട്. ബാക്ക് ടു നമ്മുടെ ലോഗിൻ പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ നോർമൽ മെത്തേഡ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നോർമൽ വേയിൽ നമ്മൾ നോർമൽ ഫങ്ഷൻസ് കൊടുക്കുന്ന പോലെ തന്നെ ബൈ ഡിഫോൾട്ടുള്ള ലോഗൗട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. സെയിം ഫംഗ്ഷൻ നെയിം തന്നെ കൊടുക്കുമ്പോൾ റിക്കേർഷൻ ആയതിൻ്റെ ഇഷ്യൂ ആണ് നമുക്ക് റിക്കേഴ്സീവ് എറർ വന്നത്. സോ ഒരു ഫംഗ്ഷനെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്യുന്നത് പോലെയാണ് അവിടെ നടക്കുന്നത്. സോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ വ്യൂവിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു. സോ അത് റെഡിയായി. ഇനി നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഒന്നും കൂടി ലോഗിൻ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്നുണ്ട്, then പേസ്റ്റ് ചെയ്യുക. പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നുണ്ട്, ഓക്കെ ആണ്. സോ ലോഗിൻ ലോഗൗട്ടൊക്കെ ഇപ്പോൾ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ട്. ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ വ്യൂ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ കേസിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സെപ്പറേറ്റ് ഫീൽഡ്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നോർമലി നമ്മൾ രജിസ്ട്രേഷൻ ഫോം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷൻ നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് റീഡ് ചെയ്യുന്ന ഒരു സിമ്പിൾ രജിസ്ട്രേഷൻ ഫോമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് വ്യൂസ് ഡോട്ട് പി വൈയിലേക്ക് പോവാം. ഇപ്പോൾ രജിസ്ട്രേഷൻ മെത്തേഡ് വാലിഡ് ആണോ എന്ന് നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇമെയിൽ ഫീൽഡ് യൂസർ ക്രിയേഷൻ ഫോമിൽ നമുക്ക് ഇമെയിൽ ഫീൽഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഒരു ഫീൽഡും കൂടി നമുക്കിതിൽ ആഡ് ഓൺ ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ നമുക്ക് ഫോംസ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന ഫയലുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അതിൽ വേണമെങ്കിൽ ചെയ്യാം. സോ എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് ആപ്പിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഫോംസ് ഡോട്ട് പി വൈ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോർമലി നമ്മുടെ മോഡൽസ് ഡോട്ട് പി വൈയിൽ ചെയ്യുന്ന പോലെ തന്നെ രജിസ്ട്രേഷൻ ഫോമിന് വേണ്ടിയിട്ട് യൂസർ ക്രിയേഷൻ ഫോമിൽ ഒരു ഫീൽഡും കൂടി ആഡ് ചെയ്യണം എന്നുള്ള രീതിക്ക് അതിൽ ജസ്റ്റ് കണ്ടന്റ് കൊടുക്കുക. ദെൻ നമുക്ക് മോഡലിൽ ഏതൊക്കെ ഫീൽഡ് വിസിബിൾ ആകണമെന്നൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ, അതേപോലെ ഇതിലും അവൈലബിൾ ആക്കി കൊടുത്താൽ നമുക്ക് ഒരു ഇമെയിൽ ഫീൽഡും കൂടി അവിടെ അവൈലബിൾ ആയിരിക്കും. വലിയ ടഫായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഫോംസ് ഡോട്ട് പി വൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അക്കൗണ്ട്സ് ആപ്പിൽ. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, ഫോംസ് ഡോട്ട് പി വൈ. ദെൻ ഫോംസ് ഡോട്ട് പി വൈൻ്റെ ഉള്ളിൽ
ഫ്രം ജാങ്കോയില് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, ഫോംസ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് മോഡൽസ് ചെയ്യുന്നത് നമ്മുടെ യൂസർ എന്ന് പറയുന്ന മോഡൽ ഡിഫോൾട്ട് അവൈലബിൾ ആയിട്ടുള്ള മോഡൽ നമുക്ക് വേണം. അതേപോലെ നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന യൂസർ ക്രിയേഷൻ ഫോം ഉണ്ടല്ലോ, അതും കൂടി നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രാക്ട് ഡോട്ട് ഓത്ത് ഡോട്ട് മോഡൽസിന്ന് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക, യൂസറിനെ ഇമ്പോർട്ട് ചെയ്യുക. അതേപോലെ ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രാക്ട് ഡോട്ട് ഓത്ത് ഡോട്ട് ഫോംസ് കൊടുക്കുക. നമ്മുടെ ആ ഒരു യൂസർ ക്രിയേഷൻ ഫോം ഉണ്ടല്ലോ, അത് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ യൂസർ ക്രിയേഷൻ ഫോമിന് അവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. then നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് കൊടുക്കുക. ക്ലാസ്സിൻ്റെ നെയിമായിട്ട് ഞാൻ രജിസ്ട്രേഷൻ ഫോം എന്നാണ് കൊടുക്കുന്നത്. രജിസ്ട്രേഷൻ ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ യൂസർ ക്രിയേഷൻ ഫോം കൊടുക്കുക. സോ പിന്നെ അതിന് ശേഷം കോളം നമുക്ക് ഏത് ഫീൽഡാണ് വേണ്ടതെന്ന് കൊടുക്കുക. നമുക്ക് ഇമെയിൽ ഫീൽഡാണ് അഡീഷണലി ആഡ് ചെയ്യേണ്ടത്. ഇമെയിൽ ഈക്വൽസ് കൊടുക്കുക. ഫോംസ് ഡോട്ട് ഏത് ഫീൽഡാണ് നമുക്ക് വേണ്ട ഇമെയിൽ ഫീൽഡ് കൊടുക്കുക. ബ്രാക്കറ്റിൽ റിക്വയർഡ് ആണോ എന്നുള്ളത് കൊടുക്കണം. റിക്വയർഡ് ആണോ എന്നുള്ളത് കൊടുക്കണം. സോ ട്രൂ കൊടുക്കുക. റിക്വയർഡ് ആണ്, കോമ. നെക്സ്റ്റ് നമുക്ക് എന്താണ്, ഹെൽപ്പ് ടെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, കമ്പൽസറി അല്ല കേട്ടോ. സോ ഹെൽപ്പ് ടെക്സ്റ്റ് ഈക്വൽസ് കൊടുക്കുക. റിക്വയർഡ് സോ മെസ്സേജ് നമുക്ക് എന്താണോ പാസ് ചെയ്യേണ്ടത് അത് നമുക്ക് കൊടുക്കാം. എൻ്റർ വാലിഡ് ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമുക്ക് പാസ് ചെയ്യേണ്ട മെസ്സേജ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ നോർമലി ഒരു ക്ലാസ്സിൽ കൊടുക്കുന്ന പോലെ തന്നെ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, ഒരു മെറ്റ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് മെറ്റ കൊടുക്കുന്നുണ്ട്. ദെൻ മോഡൽ ഇത് കൊടുക്കുക. നമ്മുടെ യൂസർ മോഡലാണ്, അതിലാണ് നമ്മൾ കറപ്ഷൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ദെൻ അവൈലബിൾ ഫീൽഡ്സ് ഈക്വൽസ് ലിസ്റ്റ് ഓഫ് ഫീൽഡ്സിന് കൊടുക്കുക. ഫസ്റ്റ് എന്താണ്, യൂസർ നെയിമാണ്, യൂസർ നെയിം, അതേപോലെ ഇമെയിൽ, യൂസർ നെയിം, ഇമെയിൽ, പിന്നെ നമ്മൾ പാസ്വേഡ് 1, പാസ്വേഡ് നമ്മൾ കൺഫേം പാസ്വേഡ് കൊടുത്തില്ലേ, പാസ്വേഡ് 1, പാസ്വേഡ് 2 അതും കൂടി ആഡ് ഓൺ ചെയ്യുക. പാസ്വേഡ് 1 അതേപോലെ തന്നെ പാസ്വേഡ് 2 കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് വിത്ത് കൺഫർമേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ പാസ്വേഡ് വാലിഡേഷൻ ചെയ്യും, യൂസർ നെയിം യൂണീക്ക് ആണോ എന്നൊക്കെ നോക്കും. ദെൻ എന്ത് ചെയ്യുക, വ്യൂസ് ഡോട്ട് പി വൈയിൽ നമുക്ക് നമ്മൾ നേരത്തെ കൊടുത്ത ഫോമാറ്റ് തന്നെ ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആണെന്ന് മാത്രം. ഇവിടെ ഇൻഡൻറ്റേഷൻ്റെ ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഫീൽഡ് ആഡ് ചെയ്യാനുണ്ടെങ്കിലും വേറെ അഡീഷണൽ ഫീൽഡ്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ഈ ഫോംസ് ഡോട്ട് പി വൈ എന്ന് പറയുന്ന പൈത്തൺ ഫയൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഫോംസ് ഡോട്ട് പി വൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് വേണ്ടുന്ന ഫീൽഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ നമ്മൾ വ്യൂസ് ഡോട്ട് പി വൈയിലേക്ക് പോവാം. വ്യൂസ് ഡോട്ട് പി വൈയിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്ട്രേഷന് ക്വറി കൊടുത്തിട്ടുണ്ട്. ഫോം ഈക്വൽസ് യൂസർ ക്രിയേഷൻ ഫോം മാറ്റിയിട്ട് എന്ത് കൊടുക്കുക, രജിസ്ട്രേഷൻ ഫോം കൊടുക്കുക. ഓക്കെ, ഇവിടെ യൂസർ ക്രിയേഷൻ ഫോം മാറ്റിയിട്ട് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ഫോം കൊടുക്കുക. അവിടെ എറർ കാണിക്കും, നോർമലാണ്. എന്ത് ചെയ്യുക, ടോപ്പിക്ക് പോവുക, ഫ്രം ഡോട്ട് ഫോംസ് കൊടുക്കുക.
ഇമ്പോർട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഫോം ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പോയി കിട്ടും. ദെൻ ബാക്കിയെല്ലാം അതേപോലെ തന്നെ നമുക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, സപ്പോസ് ഇത് അവൈലബിൾ അല്ല കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മെസ്സേജസ് സക്സസ് ആണെങ്കിൽ സക്സസ് മെസ്സേജ് പാസ് ചെയ്യണമല്ലോ. സോ മെസ്സേജസ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സക്സസിൻ്റെ ബ്രാക്കറ്റിൽ റിക്വസ്റ്റ് കോമ സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കൊടുക്കുക. രജിസ്ട്രേഷൻ സക്സസ്ഫുൾ വിത്ത് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ എന്ത് കൊടുക്കുക, ക്യാൻ നൗ ലോഗിൻ. എനിക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഈ മെസ്സേജസിൻ്റെ അവിടെ എറർ കാണിക്കും. സോ എന്ത് ചെയ്യുക, മെസ്സേജസിന് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഫ്രം Django.contrib ഇമ്പോർട്ട് മെസ്സേജസ് കൊടുക്കുക. സോ ആ ഒരു എറർ പോയി കിട്ടും. ഈ ഒരു മെസ്സേജ് നമ്മൾ HTML ഫയലിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്താൽ മതി. ഇഫ് മെസ്സേജസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു പേജിക്ക് ലൈക്ക് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. നമ്മുടെ registration.html എടുക്കുക. ഓക്കെ, ഇവിടെ രണ്ട് ബ്ലോക്കിന് മുമ്പായിട്ട് ഒരു കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എന്തെടുക്കുക, കണ്ടീഷൻ കൊടുക്കുക. ഇഫ് മെസ്സേജസ് എന്തെങ്കിലും മെസ്സേജസ് അവിടെ പാസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കിട്ടണം അല്ലേ. സോ മൾട്ടിപ്പിൾ മെസ്സേജസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് വരണം. സോ അതിന് വേണ്ടിയിട്ട് കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ ഇഫ് അല്ല സോറി ഫോർ ലൂപ്പാണ്. മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ഫോർ മെസ്സേജ് ഇൻ മെസ്സേജസ് അതിന് മുമ്പ് ആ മെസ്സേജസ് നമ്മൾ പാസ് ചെയ്യുന്നില്ല കേട്ടോ. അതും കൂടി ഒന്ന് നോക്കണേ. അക്കൗണ്ട്സിൽ ലോഗിൻ ഫോം ഓക്കെ URL പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. div ടാഗ് കൊടുക്കുന്നുണ്ട്. ദെൻ ഡിവിൻ്റെ ഉള്ളിൽ നമ്മുടെ മെസ്സേജ് എന്താണോ അലേർട്ട് മെസ്സേജ് നമുക്ക് പാസ് ചെയ്യേണ്ടത് അത് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ക്ലാസ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അലേർട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സോ അലേർട്ട് കൊടുക്കുക, അലേർട്ട് സക്സസ്. ദെൻ നമ്മുടെ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പാസ് ചെയ്യാം. സോ മെസ്സേജ് കൊടുക്കുന്നത് ഓക്കെ, എത്രയാണ് കൊടുക്കുന്നത്. ദെൻ ആ ഫോർ ലൂപ്പും അതേപോലെ തന്നെ നമ്മുടെ ഇഫ് കണ്ടീഷനും ക്ലോസ് ചെയ്യുക. സോ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എൻഡ് ഫോർ കൊടുക്കുക, കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എൻഡ് ഫോർ കൊടുക്കുക. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണലി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യാം. ഇവിടെ ഫീൽഡ്സ് എന്ന് പറയാനായിട്ട് ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് കൺഫേം പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായി. ഇമെയിലിൻ്റെ ഫീൽഡ് ഓക്കെ, CSRF ടോക്കൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫോം ആസ് പി കൊടുത്തിട്ടുണ്ട്. ബട്ടൺ ടൈപ്പ് കൊടുക്കുന്നുണ്ട്. സബ്മിറ്റ് ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷന് ക്ലാസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ക്ലാസ് ആഡ് ഓൺ ചെയ്യാം കേട്ടോ. ഓപ്ഷണലാണ്. BTN പ്രൈമറി അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്.
ഓക്കെ. സോ അങ്ങോട്ട് നിന്ന് റിഫ്രഷ് ബിഫോർ ദാറ്റ് നമ്മുടെ CMD ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ നമുക്ക് ബ്രൗസറിൽ പോകണം. റീലോഡ് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ ഫോം ഭയങ്കര ലെങ്തി ആയിട്ടല്ലേ വന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ലോഗിനിൽ യൂസർ നെയിം പാസ്വേഡ് തന്നെയാണ് ചോദിക്കുന്നത്. ബട്ട് രജിസ്ട്രേഷൻ പേജ് റൺ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് വരുന്നില്ല. ഇതിങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് കൊടുത്തെന്ന് മാത്രം. ഇനിയിപ്പോൾ നമ്മൾ യൂസർ നെയിം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ലേബിൾസ് പ്രോപ്പറായിട്ട് വന്നില്ല, അപ്പോൾ നമ്മുടെ ഇവിടെ മെയിൽ വന്നിട്ടില്ല, അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ forms.asp കൊടുത്തിട്ടില്ലേ, അതങ്ങ് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. അതിന് പകരം ഇത് കൊടുക്കുന്നുണ്ട്, ഡബിൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഫോം ഡോട്ട് യൂസർ നെയിം കൊടുക്കുന്നുണ്ട്, ഡോട്ട് ലേബിൾ ടാഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് കൊടുക്കുക ഡബിൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഫോം ഡോട്ട് യൂസർ നെയിം കൊടുക്കുന്നുണ്ട്. സോ യൂസർ നെയിം ഇതേമാതിരി നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്ത് കൊടുക്കുക, ഇമെയിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, ഫോം ഡോട്ട് ഇമെയിൽ കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ പാസ്വേഡ് 1 പാസ്വേഡ് 2 സെപ്പറേറ്റ്ലി ഇതേപോലെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താലും മതി. സപ്പോസ് ഇനി അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് 1 ഡോട്ട് ലേബിൾ ടാഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നതല്ലേ, സോ അതുകൊണ്ടാണ് അങ്ങനെ ലേബിൾ ടാഗ് ആയിട്ട് കൊടുക്കുന്നത്. സോ ഫോം ഡോട്ട് പാസ്വേഡ് 1 ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോമാറ്റ് ലേബിൾ ടാഗ് ഇതും യൂസ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതില്ലാതെ കൊടുത്താലും മതി. അതിൻ്റെ കറസ്പോണ്ടിങ് ലേബിൾ കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോം ഡോട്ട് യൂസർ നെയിം ഫോം ഡോട്ട് പാസ്വേഡ് 1 അതേപോലെ തന്നെ ഇത് കൊടുക്കുക, ഫോം ഡോട്ട് പാസ്വേഡ് 2 കൊടുക്കുക. ഇത്രയും ടാബ്സ് ആയിരുന്നു നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നത്. യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡ് 2 സോ ഇത്രയും കാര്യങ്ങളായിരുന്നു. ലേബിൾ ടാഗ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഡിഫറൻസ് നോക്കാം അല്ലേ. തൽക്കാലം എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യുക, റിഫ്രഷ് ചെയ്ത് നോക്കാം. ഉണ്ടോ ലേബിൾസ്, യൂസർ നെയിമിന് കറസ്പോണ്ടിങ് ലേബിൾസ് വരും, പാസ്വേഡ് ഇമെയിൽ ID മാത്രം വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം എവിടെയാണ് പളിയിട്ടുള്ളതെന്ന്. സോ BR ടാഗ് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഫോം ഡോട്ട് ഇമെയിൽ കൊടുത്തിട്ടുണ്ടായി. ഒപ്പം തന്നെ ഒരു ഓർ സിമ്പിൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ക്ലാസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കുക, ഫോം കൺട്രോൾ കൊടുക്കുന്നുണ്ട്. ഫുഡ് സ്റ്റാപ്പ് സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. ദെൻ എന്ത് ചെയ്യാം, ഇമെയിലിനും കൂടി വരുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഫോം ഡോട്ട് ഇമെയിൽ ഡോട്ട് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇത് കൊടുക്കുക, ലേബിൾ ടാഗ് ആഡ് ഓൺ ചെയ്യാം. ദെൻ ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്ത് നോക്കുക വരുന്നുണ്ടോയെന്ന്. ഓക്കെ, ആഡ് ക്ലാസിൻ്റെ അവിടെ എറർ വന്നിട്ടുണ്ട്. സ്റ്റൈലിങ് ആഡ് ചെയ്തതിൻ്റെ അവിടെ എറർ വന്നിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് കോളം കൊടുത്തിട്ടില്ല എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആഡ് ക്ലാസ് ഫോം കൺട്രോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റിൽ അവിടെ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ
സോ അത് നമുക്ക് ക്ലിയർ ചെയ്യണം. ഫോമിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാനതൊന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. റിഫ്രഷ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാനതൊന്ന് കമൻറ്റ് ചെയ്തിടുന്നുണ്ട്. ബിക്കോസ് ഇനി നമ്മൾ ആ പാസ് ചെയ്യുന്നത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ്. ബ്രൗസറിൽ പോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. സെയിം എറർ തന്നെയാണ് വരുന്നത്. ടെംപ്ലേറ്റ് രജിസ്റ്റേർഡ് HTML ആ ഒരു ലൈൻ നമ്പർ 11 അവിടെ നമുക്ക് എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇമെയിൽ നമ്മൾ റിക്വയർഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. reforms.py ഇമെയിൽ നമ്മൾ റിക്വയർഡ് ടു ആണ് കൊടുത്തിരുന്നത്. ഓക്കെ, കറക്റ്റാണ്. യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് 1, പാസ്വേഡ് 2 നമ്മൾ കൊടുത്തിട്ടുണ്ടായി. അതും കറക്റ്റാണ്. ദെൻ രജിസ്ട്രേഷൻ വ്യൂവിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫോം നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രജിസ്ട്രേഷൻ ഫോമിന് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫോം use.py പോവുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. രജിസ്ട്രേഷൻ ഫോം നമ്മൾ ഫോംസിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതും കറക്റ്റാണ്. മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ യൂസർ ക്രിയേഷൻ ഫോം മാറ്റിയിട്ട് രജിസ്റ്റർ. ഓക്കെ, ഇവിടെയും എന്ത് കൊടുക്കുക, രജിസ്ട്രേഷൻ ഫോം ആക്കുന്നുണ്ട്. ദെൻ ബാക്ക് ടു ബ്രൗസർ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, ലൈൻ നമ്പർ 18 രജിസ്ട്രേഷൻ ഫോമിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ലൈൻ നമ്പർ 18 ഇപ്പോൾ എഡിറ്റ് ചെയ്ത ആ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഫോമിൻ്റെ അവിടെ മെസ്സേജസ് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ടായി. സ്റ്റിൽ എന്താണ് രജിസ്ട്രേഷൻ. ഓക്കെ, അത് നമ്മൾ റിഫ്രഷ് ചെയ്തു. ഓക്കെ, രജിസ്ട്രേഷൻ ഫോം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടായി. രജിസ്ട്രേഷൻ ഫോം ഇസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് കാണിക്കുന്നത്. അത് എറർ വന്നപ്പോഴേ അവിടെ ബ്രേക്ക് ആയി തോന്നുന്നു. ഓക്കെ, ഒന്നും കൂടി റൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നും കൂടി റിഫ്രഷ് ചെയ്യാം. ഓക്കെ, ടെംപ്ലേറ്റ് ആണ് കാണിക്കുന്നത്. ആ ഒരു ആഡ് ക്ലാസിൻ്റെ അവിടെയാണ് ഇഷ്യൂ കാണിക്കുന്നത്. ഓക്കെ, ഫിൽറ്റർ ആണ്. ബിക്കോസ് ലോഡ് ഫോം ടാക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ആ ഒരു എറർ കാണിക്കുന്നത്. ബിക്കോസ് ഫോം ടാക്സിൻ്റെ അതല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, HTML അത് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ടായില്ല. സോ അതിൻ്റെ ഇഷ്യൂ ആയിരുന്നു. സോ കേർലി ബ്രാക്കറ്റ്സ് കൊടുക്കുക, പെർസെൻറ്റേജ് സിമ്പിൾ കൊടുക്കുക, ലോഡ് കൊടുക്കുക, ഫോം ടാഗ്സ് കൊടുക്കുന്നുണ്ട്. ദെൻ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ അത് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. ദെൻ ലോഡ് ഫോം ടാഗ്സിൻ്റെ അവിടെയാണ് നെക്സ്റ്റ് എറർ വന്നിരിക്കുന്നത്. ഓക്കെ, ലൈൻ നമ്പർ 2 പെർസെൻറ്റേജ് സിമ്പിൾ ലോഡ് ഫോം ടാഗ്സ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. ജാങ്കോ ടെംപ്ലേറ്റ് ഫോം ടാഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ഫോം ടാഗ്സ് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫോം ടാഗ്സ് വരുന്നുണ്ട്. ടെംപ്ലേറ്റ് സിൻടാക്സ് എറർ ആണ് നമുക്ക് റീസ് ആയിരിക്കുന്നത്. ഓക്കെ, ഓക്കെ,
സോ എന്ത് ചെയ്യുക, സോ നമ്മുടെ അക്കൗണ്ട്സ് ആപ്പ് നമ്മൾ അക്കൗണ്ട്സിലെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇതിൽ പുതിയൊരു ഫോൾഡർ യൂണിറ്റിലേക്കുള്ള യൂണിറ്റ് ഫയലൊക്കെ ഉള്ള ഫോൾഡർ. ഓക്കെ, .py ഇവിടെ ഉണ്ട്. സോ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോം ടാക്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാർട്ടിലല്ല, അക്കൗണ്ട്സിൽ. ഇനി .py ഒക്കെ ഉള്ളതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ടാക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഫോം ടാക്സ് .py കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എളുപ്പപ്പണിക്ക് നമ്മൾ മാനുവലി കൊടുക്കുന്ന പോലെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ദെൻ ഫോംസ് .pyൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കുക, ജസ്റ്റ് ഫ്രം ജാങ്കോ ഇമ്പോർട്ട് ടെംപ്ലേറ്റ് കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ഈക്വൽസ് കൊടുക്കുന്നുണ്ട്, ടെംപ്ലേറ്റ് ലൈബ്രറി ടെംപ്ലേറ്റ് ഡോട്ട് ലൈബ്രറി കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലൈനിൽ register dot filter ഇത് കൊടുക്കുന്നുണ്ട്. നെയിം ഈക്വൽ സിംഗിൾ കോട്ട്സിൽ ആഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ദെൻ ആഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ ആഡ് ക്ലാസ്, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കുക, ഫീൽഡ് കൊടുക്കുന്നുണ്ട്, CSS. നമുക്ക് ആഡ് ചെയ്യേണ്ട സ്റ്റൈൽസ് ഇനി ഇവിടെ കൊടുക്കാൻ പറ്റും. CSS ഡെഫ് കൊടുക്കാൻ വിട്ടുപോയി, ഫംഗ്ഷൻ ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഡെഫ് ഫംഗ്ഷൻ ഫീൽഡ് ഡോട്ട് CSS. ഓക്കെ, ദെൻ നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് അതും കൂടി ആഡ് ചെയ്യുക. സോ റിട്ടേൺ ഫീൽഡ് ആസ് അണ്ടർസ്കോർ വിഡ്ജറ്റ് കൊടുക്കുന്നുണ്ട്. അത് 1000 രൂപ എന്നുകൊണ്ടാട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്. ദെൻ ഇത് കൊടുക്കുന്നുണ്ട് ATTRS at equals കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ കോഴ്സിൽ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, CSS കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഫോം കൺട്രോൾസ് ആഡ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് ആ ഒരു ഇഷ്യൂ വരില്ല. ദെൻ ആഡ് ഫോംസിൻ്റെ ഉള്ളിൽ ഫോം കൺട്രോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇഷ്യൂ വരില്ല. ഇനി ലാബലിൽ തന്നെ ഫോർ കൊടുക്കുമ്പോഴും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫോം .email.id എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്യാൻ പറ്റും. വെറുതെ വന്നിരിക്കുന്നത് CSSൻ്റെ അവിടെയാണ് ക്ലാസ്. CSS എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് നെയിമായിട്ട് കൊടുത്തതാണ്. ലോഡ് ഫോം ടാക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫോം കൺട്രോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇവിടെ വരുന്നുണ്ട്, കൊടുക്കുക. ഓക്കെ, CC ആണ്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ. CSS ആയിരുന്നു ഞാൻ നേരത്തെ ഉദ്ദേശിച്ചായിരുന്നു. സോ അതൊന്ന് കറക്റ്റ് ചെയ്തപ്പോൾ 6 രൂപ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബൂട്ട്സ്ട്രാപ്പ് 5ൻ്റെ CSS വേണമെങ്കിൽ ആ CDN ലിങ്ക് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓപ്ഷണലാണ്, കമ്പൽസറി അല്ല. registration.html വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ദെൻ ആഡ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നിനും ക്ലാസ് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ. ദെൻ ബ്രൗസർ ഒന്ന് എടുത്ത് നോക്കുക. ഇതൊന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് എറേഴ്സ് ഉണ്ടോയെന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. കറൻ്റ്ലി എറേഴ്സ് ഒന്നും കാണിക്കുന്നില്ല. ബാക്ക് ടു അവർ ബ്രൗസർ എന്ത് ചെയ്യുക, ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക.
സോറി, റിഫ്രഷ് ചെയ്ത് നോക്കുക. ഓക്കെ, രജിസ്ട്രേഷൻ പേജ് എടുക്കുക. Form tag is not a registered tag library, must be one of this. സ്റ്റിൽ നമ്മുടെ ആ ഒരു എറർ പോയിട്ടില്ലായിരുന്നു. ഓക്കെ, ഓക്കെ, ഓക്കെ. നമുക്ക് അഗൈൻ ടെംപ്ലേറ്റ് എറർ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫോം ടാക്സ് ഡോട്ട് പി വൈ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെംപ്ലേറ്റ്സ് നമ്മൾ വിഡ്ജറ്റും കാര്യങ്ങളും ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ട് CSS ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ രജിസ്ട്രേഷൻ ഡോട്ട് HTML ടോപ്പിൽ ടോപ്പിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായി, ഫോം ടാക്സ് ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവിടെ എറർ കാണിക്കുന്നുണ്ട്. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയായിരുന്നു. ടെംപ്ലേറ്റിൽ നമ്മൾ ഫിൽറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ്സേ ആഡ് ചെയ്തിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ നമുക്ക് ആ പേജ് ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. ദെൻ നമ്മൾ ആ കൊടുത്ത പാത്ത് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബിക്കോസ് ടെംപ്ലേറ്റ് ടാഗ്സ് കൊടുത്തത് അല്ലെങ്കിൽ ആ ഫോം ടാഗ് നമ്മൾ കൊടുത്തത് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ റിഫ്ലക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ ഫയൽ നെയിം കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. കറക്റ്റ് ഫോൾഡറിൽ തന്നെയല്ലേ കൊടുത്തതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫോം ടാക്സ് ഡോട്ട് പി വൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫയൽ നെയിമും അതൊക്കെ കറക്റ്റ് തന്നെയാണ്. ഫോംസ് ഡോട്ട് പി വൈ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായി. സെയിം വേ എന്താണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടും ഓക്കെ. അക്കൗണ്ട്സിൽ വ്യൂസ് ഫോം ഒക്കെ ഉണ്ടാവും. നോക്കിയാട്ടില്ല. ഓക്കെ, പാത്തിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. സോ ഇതിപ്പോൾ മൈഗ്രേഷൻസിൻ്റെ അല്ലേ ഫോൾഡർ, ഇത് പൈക്കാഷ്യൂ ആണ്. സോ ഫോൾഡറിൽ നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ടെംപ്ലേറ്റ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോംസ് ടാഗ് എന്ന് പറയുന്ന ഫയലിനെ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. മൂവ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഫയലും കൂടി init.py കൂടി ഞാൻ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിറ്റ് കഴിഞ്ഞതിന് ശേഷം __ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കറൻ്റ് കണ്ടൊന്നും കൊടുക്കുന്നില്ല. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, സെയിം എററിന് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഫോംസ് ഡോട്ട് പി വൈയിലും ഫോം ടാക്സിലൊക്കെ നമ്മൾ കൊടുത്ത കണ്ടന്റ് കറക്റ്റ് ആണ്.
Django.template template folder templates folder. ഫോൾഡർ നെയിം അല്ല അവിടെ ആഡ് ചെയ്യുന്നത്. സോ ഓക്കെ, ആഡ് ക്ലാസ് കൊടുത്തിട്ടുണ്ടായി. ക്ലാസ് ഫീൽഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ TRS കൊടുത്തിട്ടുണ്ടായി. വിഡ്ജറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റിട്ടേൺ കഴിഞ്ഞിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ടായി. ഫീൽഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. സിൻടാക്സ് കറക്റ്റ് ആണ്. ദെൻ ലോഡ് കൊടുത്തിട്ടുണ്ടായി. ഓക്കെ, ഇത് കൊടുക്കുമ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ ബ്ലോക്ക് കണലിന് മുമ്പായിട്ടായിരിക്കണം മസ്റ്റായിട്ടും കൊടുക്കേണ്ടത്. ഫോം ടാക്സ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. സോ എക്സാക്ട്ലി റിട്ടേൺ ഫയൽ കൊടുക്കുന്ന പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇൻപുട്ട് ടാഗ് കൊടുത്തിട്ട് ഫോം ഡോട്ട് യൂസർ നെയിം ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ഡേ ക്ലിയർ ചെയ്യാം കേട്ടോ ഈ ഫോമിൻ്റെ. സോ ഇതിൻ്റെ ഒന്നില്ലെങ്കിൽ ഇതേമാതിരി ഫയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ബെറ്റർ നമുക്ക് എന്ത് ചെയ്താൽ മതി, മാനുവലി രജിസ്ട്രേഷൻ ഫോം വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ നെക്സ്റ്റ് ഡേ കാണിച്ചു തരാം. സോ ആ പോർഷൻ ഓൾമോസ്റ്റ് തീരും. സോ നമ്മുടെ ക്ലാസ് ഈ വീക്ക് എന്തായാലും തീരും. സോ അതിനുള്ളിൽ നിങ്ങൾ ഉള്ളത് ക്ലിയർ ചെയ്ത് വേഗം തീർക്കാൻ നോക്കുക കേട്ടോ. മാക്സിമം 30 നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരാം. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. രജിസ്ട്രേഷൻ ഫോം നോർമലി ചെയ്ത് നോക്കുക. എന്നിട്ട് ആ മാനുവലി ബൈ ഡിഫോൾട്ടുള്ള ക്വരീസ് നമുക്ക് യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യുന്നത് ഇച്ചിരി ഇതുണ്ട്, ഫയൽസ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മാനുവലി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. യൂസർ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, സോ സെഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. താങ്ക് യു.